കറക്റ്റായിട്ടുള്ള സൺസ്ക്രീൻ എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം, എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്രീം ബേസ്ഡ് സൺസ്ക്രീനും അതുപോലെ തന്നെ ഒരു ടിൻറ്റഡ് ബേസ്ഡ് സൺസ്ക്രീനും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ ഏതാണ് ഞാൻ എക്സാമ്പിളായിട്ട് ചൂസ് ചെയ്തത് പോൺസും, അതുപോലെ ടിൻറ്റഡ് ബേസ്ഡ് സൺസ്ക്രീൻ ഞാൻ എക്സാമ്പിളായിട്ട് ചൂസ് ചെയ്തത് ഹൈലറോണിക് ഡെർമാക്കോ ടിൻറ്റഡ് സൺസ്ക്രീനുമാണ്. അപ്പം നമുക്ക് ഈ ഹൈലറോണിക് ടിൻറ്റഡ് സൺസ്ക്രീനും അതുപോലെ ക്രീം ബേസ്ഡ് സൺസ്ക്രീനും ഞാൻ എൻ്റെ കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കുക എങ്ങനെ അതിൻ്റെ ലുക്ക് എങ്ങനെയാണ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു സൈഡിൽ പോൺസിൻ്റെ ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ, അപ്പുറത്ത് ഹൈലറോണിക് ഡെർമാക്കോ ടിൻറ്റഡ് തേച്ചു. അത് കണ്ടു, ടെക്സ്ചർ കണ്ടു. ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ ഒരു ക്രീമി ഓയിലി ലുക്കും, മറ്റേത് ഒരു ഉണങ്ങിയ ഒരു ഡ്രൈനെസ് പോലെ ഒരു ഫൗണ്ടേഷൻ ടെക്സ്ചറുമാണ്. പിന്നെ അത് തേച്ച് പിടിപ്പിച്ചപ്പോൾ കണ്ടോ, ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ അത്ര വൈറ്റ് കാസ്റ്റ് ഇല്ല, പക്ഷേ നമ്മുടെ ടിൻറ്റഡ് ഡെർമാക്കോടതിനകത്ത് ഒരു ഫൗണ്ടേഷൻ നമ്മളിട്ട പോലുള്ള ഒരു വൈറ്റ്നെസ് തോന്നിക്കുന്നു. അതിനാണ് നല്ല വൈറ്റ്നെസ് ആയിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതേതാണ്. അപ്പം ഈ രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടോ, മറ്റേത് ഇത്ര ഓയിലി അല്ല, പക്ഷേ ക്രീം ബേസ് കുറച്ച് ഓയിലിയാണ്. അപ്പം ഞാൻ ഇപ്പം ഇതിൽ ഡെർമാക്കോയും ടിൻറ്റഡ് സൺസ്ക്രീനും അതുപോലെ തന്നെ നമ്മുടെ പോൺസിൻ്റെ സൺസ്ക്രീനും എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സാമ്പിളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കി തരണം, ഈ ക്രീം ബേസ്ഡ് സൺസ്ക്രീനും അതുപോലെ ടിൻറ്റഡ് ആണോ നല്ലത്, ഏത് ടൈപ്പ് ഉപയോഗിക്കണം, ടിൻറ്റഡ് വേണോ അതോ ക്രീം വേണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാനാണ് ഈ രണ്ട് ബ്രാൻഡ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും ഡ്രൈ സ്കിന്നുള്ളവർ ഒരു ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഓയിലി സ്കിന്ന് ഒരിക്കലും ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കും. ടിൻറ്റഡ് ആയിരിക്കും ബെസ്റ്റ് സൺസ്ക്രീൻ. അപ്പം നിങ്ങൾക്കിപ്പോൾ ഏത് ടിൻറ്റഡ് മേടിക്കണമെന്ന് കൺഫ്യൂഷൻ തോന്നുമെങ്കിൽ അതിന് ഞാൻ ഉറപ്പായിട്ട് റിക്കമെൻഡ് ചെയ്യുന്നൊരു സൺസ്ക്രീൻ ഈ ഡെർമാക്കോ തന്നെയാണ് ബെസ്റ്റ്. ഞാൻ ഉപയോഗിച്ചതിൽ എൻ്റെ ഫേവറേറ്റ് ഡെർമാക്കോ ആണ് ടിൻറ്റഡ് സൺസ്ക്രീൻ. ക്രീം ബേസ്ഡ് ഞാൻ ഈ പോൺസ് തന്നെ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേറെ ക്രീം ബേസ്ഡ് ഡെർമാക്കോയുടെ തന്നെ ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ ഉണ്ട്, വേറെ ഇഷ്ടം പോലെ ടൈപ്പ് ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ടിൻറ്റഡ് സൺസ്ക്രീൻ ആയിരിക്കും ഓയിലി സ്കിന്നിന് ബെസ്റ്റ്. ഡ്രൈ സ്കിന്നിന് ടിൻറ്റഡ് സൺസ്ക്രീൻ ഉപയോഗിക്കുക ഒരു കുഴപ്പമില്ല, കാരണം അതിൻ്റെ നല്ല മയമാണ്, അതിന് ഭയങ്കര നല്ല ടെക്സ്ചറാണ്. മീൻസ് ഒരു ഡ്രൈ ആയിട്ട് ഇരിക്കത്തില്ല, നല്ല സോഫ്റ്റാണ്, ഫൗണ്ടേഷൻ കൂട്ടുള്ള ക്രീം ടെക്സ്ചറല്ല. അതുകൊണ്ട് ഡ്രൈ സ്കിന്നിന് ഉപയോഗിക്കും, കാരണം തുടങ്ങും തന്നെ നല്ല മയവും നല്ല ഓയിലും ഒരു മോയ്സ്ചറൈസ് ഫീലാണ് ഈ ഡെർമാക്കോ ടിൻറ്റഡ് സൺസ്ക്രീനുള്ള. ബാക്കിയുള്ള ടിൻറ്റഡ് ഉപയോഗിച്ചിട്ടില്ല. സോ ഞാനിപ്പോൾ ടിൻറ്റഡ് സൺസ്ക്രീനിൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൺസ്ക്രീൻ ടിൻറ്റഡ്. ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ഭയങ്കര മടിയുള്ളൊരു വ്യക്തിയായിരുന്നു, കാരണം ഓയിൽനെസ് തോന്നിക്കും, പുറത്തിറങ്ങുമ്പോൾ ഫുൾ ഓയിൽനെസ് വെറ്റാവുന്നതാണ്. പക്ഷെ ടിൻറ്റഡ് സൺസ്ക്രീൻ ഇടുമ്പോൾ നല്ലൊരു വൈറ്റ്, നല്ലൊരു നാച്ചുറൽ വൈറ്റ് തോന്നിക്കും, വേർക്കത്തില്ല ഓയിൽനെസ്. സോ നിങ്ങൾ ഡ്രൈ സ്കിന്നായാലും ഓയിൽ സ്കിന്നായാലും കോമ്പിനേഷൻ സ്കിൻ ഏത് സ്കിന്നായാലും നിങ്ങൾ ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മസ്റ്റ്. ഏത് ബ്രാൻഡ് ഞാൻ പ്രിഫർ ചെയ്യുന്നു ഡെർമാക്കോ ആണ്. ഇതാണ്